ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല പടം ലൈക്ക് അൾട്ര ഒരു ഫ്ലോപ്പായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, പഴയ പ്ലോട്ട് തന്നെ. പിന്നെ അതിനകത്തൊന്നുമില്ല, എവിടെയാണോ കഴിഞ്ഞ പാർട്ട് കഴിഞ്ഞത് അവിടെ ഉള്ളു പടം. അതിനുശേഷം ഇത്തിരി ബോറിംഗ് ആണ് ചേട്ടാ ഭയങ്കരമായിട്ട്. എൻ്റെ കൂടെ ഒന്ന് ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് എന്തായാലും. വെറുതെ ആയി, പിന്നല്ലാതെ സമയം കളഞ്ഞ് പൈസയും കളഞ്ഞ്. പറയില്ല പോരാ സാറേ നല്ല മൂവി കുഴപ്പമില്ലായിരുന്നു, നല്ല പടമായിരുന്നു, ഡീസൻ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു. ആക്വിൻ ഫിനിക്സിൻ്റെ ലേഡി ഗാഗയുടെയും പെർഫോമൻസ് ആണ് മെയിൻ ഹൈലൈറ്റ്. മ്യൂസിക്കൽ ഡ്രാമ പോലെയാണ്. ഫസ്റ്റിൻ്റെ അത്ര പോരാ. പ്രത്യേകിച്ച് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, പഴയ പ്ലോട്ട് തന്നെ. പിന്നെ അതിനകത്തൊന്നുമില്ല, എവിടെയാണോ കഴിഞ്ഞ പാർട്ട് കഴിഞ്ഞത് അവിടെ ഉള്ളു പടം. അതിനുശേഷം പിന്നെ ഒന്നുമില്ല. ഇത്തിരി ബോറിംഗ് ആണ് ചേട്ടാ ഭയങ്കരമായിട്ട്. കണ്ടിരിക്കാനും പറയാനും ഇല്ല, മൊത്തത്തിൽ ഇത്തിരി ബോറിംഗ്. ഇടയ്ക്കൊക്കെ കുറച്ച് സീൻസ് കണ്ടിരിക്കാം, അത്ര വെറുതെ ആയെന്ന് തന്നെ പറയാം. മൊത്തത്തിൽ പടം കൊള്ളാം. ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര വരത്തില്ല, എന്നാലും സെക്കൻഡ് പാർട്ട് ഇത് കുറച്ച് മ്യൂസിക് അവർ കൂടുതലായിട്ട് ചെയ്താണ് തോന്നുന്നു. ജോക്കർ ഫാൻസ് അല്ലാത്തവർക്ക് എന്തായാലും ലാഗ് തോന്നും. എൻ്റെ കൂടെ ഒന്ന് ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് എന്തായാലും. പെർഫോമൻസ് വൈസ് ഇത് ഫസ്റ്റ് പാർട്ടിലെ ക്യാരക്ടർ ബിൽഡ് എല്ലാം കൂടെ വരുമ്പം സ്റ്റോറി നല്ല ഗില്ലായിട്ട് തോന്നും. ഇതിൽ വലിയ ഈ ത്രില്ലറായിട്ടൊന്നുമില്ല, ഒരു മ്യൂസിക്കൽ ഡ്രാമ രീതിയിലാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു രീതിയിൽ ഇറക്കേണ്ട വേറെ എന്തെങ്കിലും ഒരു ആക്ഷനായിട്ട് എന്തെങ്കിലും ഇറക്കാമെന്ന് കൊള്ളായിരുന്നു. ഇതിൻ്റെ ഒരു ഡ്രാമ കണക്ക് ആയിപ്പോയി. പക്ഷേ ഡ്രാമ എന്ന് വെച്ചാൽ വലിച്ചു നീട്ടണ കണക്ക് ആയിപ്പോയി. ഹാർലിക്കും ഒത്തില്ല, ശരിയായില്ല. ഈ സൂയിസൈഡ് സ്ക്വാഡിൽ അത്ര വന്നിട്ടില്ല ഹാർലിക്ക്. ലേഡി ഗാഗ വന്ന് നശിപ്പിച്ച്, അല്ലാതെ കുറച്ച് സിനിമയായിരുന്നു, ഒരു ഫീലൊക്കെ പോയി. നേരത്തെ കാട്ടി അത്ര വന്നില്ല ഇതിന്. ലേഡി ഗാഗ വന്ന് പോയിട്ട് ഭയങ്കര മ്യൂസിക്കൽ ഡ്രാമ പോലെ ആക്കി കളഞ്ഞു. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഈ ഒരു മൂവിയുടെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. യോക്ക് മീനിങ്സ് അടിപൊളിയായിരുന്നു, നല്ല കിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. വെറുതെ ആയി, പിന്നല്ലാതെ സമയം കളഞ്ഞ് പൈസയും കളഞ്ഞ്. പിന്നെ ഇല്ല അത്ര ഒട്ടും പോരാ. ഫസ്റ്റിന് ആ ഫീലേ കളഞ്ഞ്, ഫസ്റ്റിന് ആ ഒരു ഫീല് ഈ സിനിമയോട് അങ്ങ് ഇതാക്കി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇറക്കണ്ടായിരുന്നു, ഫസ്റ്റ് കൊണ്ട് നിർത്തിയ പോലെ അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. ഇത് അൺവാണ്ടഡ് സീക്വലായിട്ട് തോന്നി. ഫസ്റ്റ് ഒരു മാസ്റ്റർ പീസ് പടമാണ്, അത് വേറെ ലെവൽ പടമായിരുന്നു. പക്ഷേ ഇത് വേണ്ടായിരുന്നു, സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് മതിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. നന്നായിട്ടുണ്ട്, കൊള്ളാം, നല്ല പടം. കമ്പയർ ചെയ്യാനില്ല, എന്നാലും ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ഒരു ഇൻറ്റൻസിറ്റി ഇല്ല. ഹീറോൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു, നന്നായിട്ട് ഇഷ്ടമായി. ആ മ്യൂസിക് മാത്രമേ കുറച്ച് ഇറിറ്റേറ്റഡ് ആയി. തുടക്കത്തിൽ കൊള്ളായിരുന്നു, പിന്നീട് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല പടം തന്നെയായിരുന്നു. അല്ലാണ്ട് ഒരു കുറച്ച് മ്യൂസിക് കൂടിപ്പോയി, അത്ര എനിക്ക് തോന്നിയുള്ളൂ. ബ്രോ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബോറായിട്ട് എടുത്തോണ്ടാണോ ഇനി കണക്ട് ആവാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല പടം. ലൈക്ക് ഫുൾ മ്യൂസിക്, അതാ പറഞ്ഞു, ഒരു ഡയലോഗ് പറഞ്ഞാൽ അതിന് റിപ്ലൈ ആയിട്ട് ഒരു പാട്ടാണ്, ഫുൾ പാട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന്. സെക്കൻഡ് ഹാഫ് പിന്നെ പാട്ട് കുറവായതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന്. ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല പടം ലൈക്ക് അൾട്ര ഒരു ഫ്ലോപ്പായിട്ടാണ് തോന്നി. ഫസ്റ്റ് പാർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ ആയിരിക്കാം. നിങ്ങൾ കണ്ടോ അപ്പോൾ മനസ്സിലാവും. ജോക്കർ ഇറ്റ്സ് കൈൻഡ് ലൈക്ക് എ മ്യൂസിക്കൽ ഡ്രാമ. അപ്പം ഇത് ഇറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ ഓൾ ദ ജോണേഴ്സ് പീപ്പിൾ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ദ പ്രൊഡക്ഷൻ ഇസ് ഗുഡ്, ദ സിനിമാറ്റോഗ്രാഫി ഇസ് ഗുഡ്, ദ സ്ക്രിപ്റ്റ് ഇസ് ഓസം. ആൻഡ് ഓൾസോ അനദർ തിങ് ദാറ്റ് യു നീഡ് ടു ടോക്ക് അബൌട്ട് ഇസ് ദി എക്സെപ്ഷണൽ പെർഫോമൻസ് ഓഫ് വാക്കിൻ ഫീനിക്സ് ആൻഡ് ലേഡി ഗാഗ. അത് നിങ്ങൾ ദാറ്റ് റിയാലിറ്റി യു വിൽ ഫീൽ. കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റിൻ്റെ അത്ര ഒരു എൻഗേജിങ് അല്ല എന്നേ ഉള്ളൂ. പക്ഷെ പടം കൊള്ളാം, നല്ല പടം തന്നെയാണ്. സോങ്സൊക്കെ ഉണ്ട്, നല്ലൊരു പടമുണ്ട്. ലേഡി ഗാഗയിലേ വന്നേക്കണം.